എസ്.കെ. പൊറ്റക്കാടിൻ്റെ കഥയിൽ NB മുഹമ്മദിൻ്റെ തിരക്കഥയിൽ രാമു കരിയാട്ട് ഒരുക്കിയ സിനിമയാണ് മൂടുപടം. കലാമൂല്യത്തിൻ്റെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് മൂടുപടം. സിനിമയുടെ വാണിജ്യമൂല്യത്തിൻ്റെ മേലെ ആയിരിക്കണം കലാമൂല്യം എന്നുള്ള രാമു കരിയാട്ടിൻ്റെ ഒരു നിഷ്കർഷ ഈ സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട്. 1957 മിന്നാമിനുങ്ങ് എന്ന സിനിമയിലൂടെ ബാബുരാജ് എന്ന അതുല്യ സംഗീത സംവിധായകനെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ രാമു കരിയാട്ട് ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ സേവനത്തെ ഉപയോഗിച്ചു. പി. ഭാസ്കരൻ ബാബുരാജ് കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഉത്പന്നം എന്ന് പറയുന്ന തളിരിട്ട കിനാക്കൾ എന്ന ഗാനം ഈ സിനിമയിലാണ്. എസ്. ജാനകി പാടി അനശ്വരമാക്കിയ ഈ ഗാനം ബാബുരാജ് പി. ഭാസ്കരൻ കൂട്ടുകെട്ടിനെ ആണിയടിച്ച് ഉറപ്പിച്ചു. രാമു കരിയാട്ട് സംവിധാനം ചെയ്ത മൂടുപടം എന്ന സിനിമയിലെ അയലത്തെ സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനം, അത് യേശുദാസിൻ്റെയും പി. ലീലയുടെയും ആലാപനത്തിലൂടെ അനശ്വരമായ ഒരു ഗാനമാണ്. ഒരു പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മധുസാർ ആദ്യമായിട്ട് പാടിയ യേശുദാസ് ഗാനം അയലത്തെ സുന്ദരി. അയലത്തെ സുന്ദരി അറിയാതെ വലയ്ക്കല്ലേ, അപരാധമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഒരു സംവിധായകൻ എന്ന നിലയിൽ ധാരാളം വെല്ലുവിളികൾ ഏറ്റുവാങ്ങിയ ഒരു സിനിമയാണ് മുടിയനായ പുത്രൻ. അതിന് കാരണം അതേ പേരിൽ KPSC ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. തോപ്പിൽ ഭാസിയാണ് ആ നാടകം എഴുതിയത്. ആ നാടകത്തിലെ ഗാനങ്ങൾ ONV ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതിലെ ഗാനങ്ങൾ ഒരുപാട് ജനപ്രിയമാവുകയും അത്തരത്തിൽ ഉള്ള ഒരു നാടകം സിനിമയായിട്ട് വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രതീക്ഷിക്കും. മുടിയനായ പുത്രൻ എന്ന സിനിമയിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബാബുരാജും പി. ഭാസ്കരനും ചേർന്നാണ്. അതിലെ ഓണത്തുമ്പി ഓണത്തുമ്പി ഓടി നടക്കും വീണക്കമ്പി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. അത് പാടിയിരിക്കുന്നത് കവിയൂർ രേവമ്മയാണ്. ഓണത്തുമ്പി ഓണത്തുമ്പി ഓടി നടക്കും വീണക്കമ്പി ഓടി നടക്കും വീണക്കമ്പി ഓണത്തുമ്പി ഓണത്തുമ്പി. രാമു കരിയാട്ട് സംവിധാനം ചെയ്ത മുടിയനായ പുത്രൻ എന്ന സിനിമയിലെ മറ്റൊരാകർഷണം G. ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു കവിതയാണ്. എത്ര മനോഹരം എന്ന് തുടങ്ങുന്ന ഈ കവിത വാസ്തവത്തിൽ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഒരു ഭാഗത്തിൻ്റെ പരിഭാഷയാണ്. ഒരു സിനിമ ഒരു കവിതയെ എത്രമാത്രം ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. അതിൻ്റെ പിന്നിൽ സംവിധായകൻ്റെ പ്രതിഭയും പ്രധാനപ്പെട്ടത് തന്നെ.